ഇന്ത്യൻ ബഹിരാകാശത്ത് വലിയ തോതിലുള്ള വിപ്ലവങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ ഏജൻസികൾ വരെ ഇപ്പോൾ ISROയുമായി ഒരു ഏകോപനം നടത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള വിക്ഷേപണങ്ങൾ നടക്കുകയാണ്. ഈ അടുത്ത ദിവസമാണ് വിക്രം 1 അടക്കം ഒരു വിക്ഷേപണം ഇന്ത്യ തന്നെ നടത്തിയത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പൊൻതൂവലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ തവണയും നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിക്ഷേപണം നടത്തുമ്പോൾ ഇതിൽ വലിയ തോതിലുള്ള ഒരു ചെലവ് ഇന്ത്യക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബഹിരാകാശ മേഖലയ്ക്ക് സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. അപ്പോൾ പുനരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ ഒരു തവണ തന്നെ ഉപയോഗിച്ച റോക്കറ്റുകളും അതോടൊപ്പം തന്നെ മറ്റ് യന്ത്ര സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് അടുത്ത മിഷനിലേക്ക് അതിനെ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ISRO നടത്തുന്നത്. അതുവഴി നമുക്ക് വലിയ തോതിലുള്ള ഒരു പണച്ചെലവ് കുറയ്ക്കാൻ സാധിക്കും എന്ന് ഉള്ള ഒരു തന്ത്രം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചർച്ചയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ മേഖലയിൽ അഥവാ ബഹിരാകാശ മേഖലയിൽ ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നത്. വിക്ഷേപണ ടവർ ഉപയോഗിച്ച് മടങ്ങി വരുന്ന സൂപ്പർ ഹെവി ബൂസ്റ്ററിനെ വിന്യസിക്കാവുന്ന ഒരു പാത്ത് വേ ഇട്ടുകൊണ്ട് അതിനെ ലാൻഡ് ചെയ്യുന്നതിന് പകരം പിടിച്ചെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ISRO ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. തുടർച്ചയായ വിക്ഷേപണങ്ങൾക്കിടയിലുള്ള പൂർത്തിയാക്കേണ്ട സമയം ഗണ്യമായി കുറയ്ക്കുക എന്നതാണ് ഈ സാങ്കേതിക വിദ്യയുടെ ലക്ഷ്യം. ബഹിരാകാശ പരിവേഷണ മേഖലയിലെ മറ്റ് മുൻനിര രാജ്യങ്ങളും സമാനമായ ലക്ഷ്യങ്ങൾ വച്ചിട്ടുണ്ട്. അമേരിക്കൻ ബഹിരാകാശ പരിവേഷണ കമ്പനിയായ ബ്ലൂ ഒറിജിൻ പതിവായി പുതിയ ഷെപ്പേർഡ് വിക്ഷേപണ വാഹനം പുനരുപയോഗത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ചൈന സർക്കാർ നടത്തുന്ന പദ്ധതികളിലൂടെയും സ്വകാര്യ സംരംഭങ്ങളിലൂടെയും പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകളിൽ മുന്നേറുകയാണ്. ലാൻഡ് സ്പേസ്, ഐസ്പേസ് പോലുള്ള ബീജിംഗിന്റെ വാണിജ്യ വിക്ഷേപണ കമ്പനികൾ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അതിന്റെ ലോങ് മാർച്ച് പ്രോഗ്രാം പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങളും പര്യവേഷണം ചെയ്യുകയാണ്. യൂറോപ്പും അതോടൊപ്പം തന്നെ പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ ഗതാഗതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇപ്പോൾ ആ നിലയിലേക്ക് പോവുകയാണ്. വാണിജ്യ വിക്ഷേപണ മേഖലയിൽ യൂറോപ്പിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനായി യൂറോപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. പുനരുപയോഗിക്കാവുന്ന റോക്കറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യകളുടെയും അടുത്ത തലമുറ വിക്ഷേപണ വാഹന ആശയങ്ങളുടെയും വികസനത്തെ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യയും ഈ ദിശയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ വിക്ഷേപണ വാഹനമായ വിക്രം 1ന്റെ വിജയകരമായ ആദ്യ ഭ്രമണപഥ പറക്കൽ ഇന്ത്യയുടെ വിക്ഷേപണ ആവാസ വ്യവസ്ഥയുടെ വളർച്ചയിലേക്കുള്ള ഒരു അടിവരയാണ്. അതേസമയം ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹന പ്രോഗ്രാമും നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ വികസനവും പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ ഗതാഗതത്തോടുള്ള രാജ്യത്തിന്റെ ദീർഘകാല പ്രതിബദ്ധതയെ സൂചിപ്പിക്കുകയാണ്. എന്നാൽ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ ഇന്ത്യക്ക് ഒരു പതിവ് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് എന്തെല്ലാം സാങ്കേതിക മാറ്റങ്ങൾ ആവശ്യമാണ്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 പോലുള്ള പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ ബൂസ്റ്ററുകൾ പതിവായി വീണ്ടെടുക്കുന്നതിലൂടെയും വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെയും വിക്ഷേപണ സാമ്പത്തിക ശാസ്ത്രത്തെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും റോക്കറ്റുകൾ പതിവായി വീണ്ടെടുക്കുന്നതിനും വേഗത്തിൽ പുതുക്കി പണിയുന്നതിനും വീണ്ടും പറക്കുന്നതിനും മുമ്പ് പ്രധാനമായ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ അവശേഷിക്കുന്നുണ്ട്. മുകളിലെ ഘടകങ്ങൾ വീണ്ടെടുക്കൽ, അന്തരീക്ഷ പുനർപ്രവേശനം, അതിജീവിക്കൽ, പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ സംവിധാനങ്ങൾ വികസിപ്പിക്കൽ എന്നിവ ഏറ്റവും വലിയ ഒരു തടസ്സങ്ങളിൽ ഒന്നാണ്.